നമസ്കാരം. മറുനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല പാതയിൽ അപകടക്കണിയൊരുക്കി പൊതുമരാമത്ത് വകുപ്പ്, പ്രതിഷേധം ശക്തമാകുന്നു. KSRTC ശബരിമല സ്പെഷ്യൽ സർവീസ് നവംബർ 13 ആരംഭിക്കും. ആദ്യഘട്ടമായി 236 ബസ്സുകൾ സർവീസ് നടത്തും. മഴക്കാലം മാറി നിന്നിട്ടും റാന്നിയിലെ റോഡുകൾക്ക് ശാപമോക്ഷമായില്ല. ലാൽ മാത്യു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല പാതയിൽ അപകടക്കണി ഒരുക്കുന്ന കോൺക്രീറ്റ് ജോലികൾ നിർത്തിവെക്കാനുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പൊതുമരാമത്ത് വകുപ്പ് തള്ളി. പണികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് കരാറുകാരന് നിർദ്ദേശം നൽകി. ശബരിമലയിലേക്കുള്ള പ്രധാന പാതയായ മണ്ണാർക്കുളഞ്ഞി ചാലക്കയം റോഡിനെ പ്ലാപ്പള്ളി മുതൽ ചാലക്കയം വരെയുള്ള ഭാഗം ഹെവി മെയിൻ്റനൻസ് പദ്ധതിയിൽ വികസിപ്പിച്ചിരുന്നു. 10 മീറ്റർ വീതിയുള്ള റോഡിലെ 7 മീറ്റർ ഭാഗമാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടാറിംഗ് നടത്തിയത്. ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള 1.5 മീറ്റർ ഭാഗം കോൺക്രീറ്റിംഗ് നടത്താനുള്ള ശ്രമം വിവാദമായിരുന്നു. ചാലക്കയം വരെ നീളുന്ന പാതയുടെ വലതുഭാഗം മിക്ക ഭാഗത്തും വൻ കൊക്കയാണുള്ളത്. ഈ ഭാഗവും പാർശ്വഭിത്തിയോട് ചേർത്ത് വരെ കോൺക്രീറ്റിംഗ് നടത്തിയ പൊതുമരാമത്ത് വകുപ്പിന്റെ ശ്രമമാണ് വിവാദത്തിൽപ്പെട്ടത്. ഇവിടെ റോഡിലെ പാർശ്വഭിത്തി മിക്ക സ്ഥലങ്ങളിലും തകർന്ന നിലയിലുമാണ്. മിക്ക ഭാഗങ്ങളിലും ബലക്ഷയം നേരിടുന്നതുമാണ്. ബലക്ഷയമുള്ള പാർശ്വഭിത്തിയുടെ മുകൾ ഭാഗം വരെ കോൺക്രീറ്റ് ചെയ്താൽ അപകടത്തിനിടയാക്കുമെന്ന് ശബരിമല അവലോകന യോഗത്തിൽ റാന്നി DFO ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീട് ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിദാസ്, SP പുട്ട വിമലാദിത്യ എന്നിവർ സ്ഥലം സന്ദർശനം നടത്തി. പണികൾ നിർത്തിവെക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. അടുത്ത ദിവസം പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, DFO, ജില്ലാ കളക്ടർ എന്നിവർ ഈ ഭാഗത്ത് സംയുക്ത പരിശോധനയും നടത്തിയിരുന്നു. അപകട ഭീഷണി ബോധ്യപ്പെട്ട സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഈ ഭാഗത്ത് നടത്തിയ കോൺക്രീറ്റിംഗ് പൊളിച്ചു നീക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. തൊട്ടടുത്ത ദിവസം പമ്പയിൽ ശബരിമല അവലോകന യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിലും പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ശബരിമല റോഡ് വികസനത്തിന് വനം വകുപ്പ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നാണത്രേ പൊതുമരാമത്ത് വകുപ്പ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. എന്നാൽ ശബരിമലയിൽ വനം വകുപ്പ് ഏത് തടസ്സവാദവും ഉന്നയിക്കുന്നതിന് മുമ്പ് തന്റെ അനുമതി വാങ്ങണമെന്ന താക്കീതാണത്രേ വനം വകുപ്പിന് ലഭിച്ചത്. അതോടെ വനം വകുപ്പ് തടസ്സവാദങ്ങളിൽ നിന്നും പിന്മാറുകയും ചെയ്തു. പിറ്റേന്ന് തന്നെ പൊതുമരാമത്ത് വകുപ്പ് റോഡ് കോൺക്രീറ്റിംഗ് പുനരാരംഭിക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകി. പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി അപലപനീയമാണെന്ന് തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ കൺവീനർ പ്രസാദ് കുഴിക്കാലയും പറഞ്ഞു. വാഹനങ്ങൾ കടന്നു വരുന്ന മണ്ണാർക്കുളഞ്ഞി ചാലക്കയം റോഡിൽ ഇപ്പോൾ ഹെവി മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഏതാണ്ട് 60% വർക്കുകളും പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. PWDയെ സംബന്ധിച്ച് അവർ അതിൻ്റെ ബാക്കി ചില ഭാഗങ്ങൾ കൂടി ചില പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ടെൻഡറുകൾ നൽകിയതാണ് ഇപ്പോൾ പ്രതിഷേധമായ രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പം വാഹനങ്ങൾ കടന്നു പോകുന്ന ടാർ റോഡിൻ്റെ സൈഡുകളിൽ കട്ടിങ്ങുകളുണ്ട്. ആ കട്ടിങ്ങിൻ്റെ മറവിൽ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് റോഡിൻ്റെ സൈഡിലുള്ള സൈഡ് വാൾ വരെയുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന ചില നടപടികളാണ് PWD ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണ് വളരെ ദുർബലമായ സ്ഥലത്ത് വരെ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇത് കണ്ടിട്ട് മണ്ണല്ല എന്നുള്ള ധാരണയിൽ കോൺക്രീറ്റിൻ്റെ മുകളിലേക്ക് കയറിയാൽ വാഹനങ്ങൾ വളരെ അധികം താഴ്ചയുള്ള കൊക്കയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്ന രീതിയിലാണ് PWD ഈ വർക്കുകളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. CITU ആഭിമുഖ്യത്തിൽ നവംബർ 5 നടക്കുന്ന പത്തനംതിട്ട കളക്ടറേറ്റ് മാർച്ചിന് മുന്നോടിയായി നടക്കുന്ന പ്രചരണ വാഹന ജാഥയ്ക്ക് റാന്നിയിൽ സ്വീകരണം നടത്തി. സംസ്ഥാന സെക്രട്ടറി കാട്ടാക്കട ശശി ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങളെ തകർക്കുന്ന സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CITU ആഭിമുഖ്യത്തിൽ നടത്തുന്ന കളക്ടറേറ്റ് മാർച്ചിന് മുന്നോടിയായി സംസ്ഥാന സെക്രട്ടറി കാട്ടാക്കട ശശി നയിക്കുന്ന പ്രചരണ വാഹന ജാഥയ്ക്ക് റാന്നിയിൽ സ്വീകരണം നൽകി. റാന്നി ഇട്ടിയപ്പാറയിൽ ചേർന്ന യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ കാട്ടാക്കട ശശി വിശദീകരണം നടത്തി. ആ ഗവൺമെന്റ് നിയോഗിച്ച ക്ഷേമനിധി ബോർഡാണ് കേരളത്തിൽ 3.4 ലക്ഷം വരുന്ന തൊഴിലാളികൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ചത്. ആ പെൻഷൻ പ്രഖ്യാപിക്കുമ്പോൾ LDFന്റെ ഗവൺമെന്റ് 5.5 കോടി രൂപയും ക്ഷേമനിധി ബോർഡിന് നൽകി. വലിയ ചെറിയൊരു പെൻഷനാണ് ആരംഭിച്ചത്, 200 രൂപ.
5 വർഷം കൊണ്ട് ആ ഗവൺമെന്റും ക്ഷേമ ബോർഡും പോകുമ്പോ 500 രൂപ മിനിമം പെൻഷനാക്കിയിട്ടാണ് പോകുന്നത്. തുടർന്ന് ഇന്നിപ്പോ ആ പെൻഷൻ കൊടുക്കാൻ ക്ഷേമ ബോർഡിന് കഴിയുന്നില്ല. LDF സർക്കാർ നൽകിയ 5.5 കോടി രൂപ അത് കൊടുത്തു കഴിഞ്ഞു, തീർന്നു. ഏത് ഗവൺമെന്റ് വന്നാലും ക്ഷേമ ബോർഡിന് 5.5 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി എല്ലാ വർഷവും കൊടുക്കണം എന്നതാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മലയാളപ്പുഴ മോഹൻ, PK പ്രഭാകരൻ, ജോർജ് ഫിലിപ്പ്, സുന്ദരൻപിള്ള, അഡ്വക്കേറ്റ് VG സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, റാന്നി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട റാന്നി താലൂക്കിലെ അവലോകന യോഗങ്ങൾ നവംബർ 4 നടക്കും. ഉച്ചയ്ക്ക് 12 റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും വൈകിട്ട് 3 വടശ്ശേരിക്കര പഞ്ചായത്ത് ഹാളിലും 3 മണിക്ക് പെരുന്നാട് ഇടത്താവളത്തിലും നടക്കുമെന്ന് റാന്നി തഹസിൽദാർ അറിയിച്ചു. യോഗങ്ങളിൽ തിരുവല്ല RDO രാജു എബ്രഹാം MLA എന്നിവർ പങ്കെടുക്കും. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചിൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735 223938 8547651210 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735 225197 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724 8086554688. കൂടുതൽ വാർത്തകളിലേക്ക്. ശബരിമല തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കുന്നതിനായി KSRTC നടപടി തുടങ്ങി. പ്രഥമഘട്ടമായി 236 ബസ്സുകൾ അനുവദിക്കാൻ തീരുമാനമായി. പരമാവധി തീർത്ഥാടകരെ ബസ്സുകളിലേക്ക് ആകർഷിക്കാനാണ് ഇക്കുറി KSRTC ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനായി ആദ്യഘട്ടത്തിൽ തന്നെ 236 ബസ്സുകൾ അനുവദിക്കാനും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി. മുൻവർഷങ്ങളിൽ ആദ്യഘട്ടത്തിൽ 200 ബസ്സുകൾ മാത്രമാണ് അനുവദിച്ചിരുന്നത്. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി 100 ബസ്സുകൾ ആദ്യഘട്ടത്തിൽ അനുവദിച്ചിട്ടുണ്ട്.
ട്രെയിനിലെത്തുന്ന തീർത്ഥാടകരിലധികവും ചെങ്ങന്നൂരിലാണ് എത്തുന്നത്. ഇത് പരിഗണിച്ച് ചെങ്ങന്നൂർ ഡിപ്പോയ്ക്ക് 35 ബസ്സുകൾ ആദ്യഘട്ടത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ കോട്ടയം ഡിപ്പോയ്ക്ക് 28, എരുമേലിക്ക് 10, എറണാകുളത്തിന് 5, തിരുവനന്തപുരത്തിന് 7, കുമിളിക്ക് 13, കായംകുളത്തിന് 5, കൊട്ടാരക്കരയ്ക്ക് 9, അടൂരിന് 3, പന്തളത്തിന് 2, പത്തനംതിട്ടയ്ക്ക് 19 ബസ്സുകൾ വീതവും കൈമാറും. മണ്ഡലകാലോത്സവത്തിനായി നവംബർ 16-നാണ് നട തുറക്കുന്നത്. നവംബർ 13 മുതൽ KSRTC പമ്പയിലെ താൽക്കാലിക ഡിപ്പോയുടെ പ്രവർത്തനം ആരംഭിക്കും. പമ്പയിലെ KSRTC പാർക്കിംഗ് ഗ്രൗണ്ട് ടാറിംഗ് നടത്താൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. എന്നാൽ മഴ കാരണം സീസണു മുമ്പ് ടാറിംഗ് നടത്താൻ കഴിയുമോ എന്ന ആശങ്കാകുലരാണ് KSRTC അധികൃതർ. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിന് കഴിഞ്ഞ വർഷത്തെ നിരക്കായ 22 രൂപ തന്നെ തുടരാനാണ് തീരുമാനമെന്ന് KSRTC ശബരിമല സ്പെഷ്യൽ ഓഫീസർ ഈസ്റ്റർ യാഷിക അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പമ്പ. KPMS റാന്നി താലൂക്ക് ജനറൽ ബോഡി യോഗം റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KN അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. 2013 ഡിസംബർ അവസാന വാരം എറണാകുളം മറൈൻ ഡ്രൈവ് മൈതാനിയിൽ നടക്കുന്ന അയ്യങ്കാളിയുടെ 150ാമത് ജയന്തി KPMS ആഭിമുഖ്യത്തിൽ യുഗസ്മൃതി സംഗമമായി ആചരിക്കുകയാണ്. അതിനു മുന്നോടിയായി KPMS രക്ഷാധികാരി പുന്നല ശ്രീകുമാർ നയിക്കുന്ന വില്ലുവണ്ടി ജാഥയ്ക്ക് പുല്ലാട്ട് സ്വീകരണം നൽകും. ജാഥയെ യഥായോഗ്യം സ്വീകരിക്കാനും റാന്നിയിലെ യോഗത്തിൽ തീരുമാനമായി. KK രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KN അച്യുതൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന രീതിയുണ്ട്. അതിനൊക്കെ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി കുറേ നാളുകളായി പരിശ്രമിച്ചതിന്റെ ഫലമായി കേരളത്തിന്റെ അധികാരി 10,000 സാക്ഷി നൽകി പറഞ്ഞു, നിങ്ങൾക്ക് ഒരു എയ്ഡഡ് സ്കൂൾ കോളേജ് തരാറുണ്ട്. അതായത് പറയുക മാത്രമല്ല, ബാക്കിയുള്ള ആളുകളുടെ അംഗീകരിക്കാണ് പറയുന്നത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ ആവശ്യം അദ്ദേഹം നിറവേറ്റും എന്ന് പറഞ്ഞിട്ട് വേദി വിടുന്നു നമ്മുടെ രക്ഷാധികാരി AK രാജപ്പൻ, ജയലാൽ മക്കപ്പുഴ, OC ജനാർദ്ദനൻ, PP സുരേന്ദ്രൻ, രാധാമണി സുഗതൻ, ശാന്തമ്മ, വിജോ, വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, റാന്നി. റാന്നി ഇട്ടിയപ്പാറയിലെ തീർത്ഥാടക വിശ്രമ കേന്ദ്രത്തിന് അനുമതി നിഷേധിച്ച പഴവങ്ങാടി പഞ്ചായത്ത് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായി. നടപടി പുനഃപരിശോധിച്ചില്ലെങ്കിൽ വൻ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്ന് ഹൈന്ദവ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. റാന്നി ഇട്ടിയപ്പാറയിലെ ശബരിമല തീർത്ഥാടക കേന്ദ്രത്തിന് അനുമതി നിഷേധിച്ച പഴവങ്ങാടി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് വിവിധ ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തീർത്ഥാടന കാലത്ത് വർഷങ്ങളായി റാന്നി പഴയ ബൈപ്പാസിന് സമീപത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന തീർത്ഥാടക വിശ്രമ കേന്ദ്രത്തിനാണ് പഴവങ്ങാടി പഞ്ചായത്ത് ഇപ്പോൾ അനുമതി നിഷേധിച്ചത്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാകും തീർത്ഥാടന കേന്ദ്രം പ്രവർത്തിക്കുക. ഇതിനു പകരം ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്ത് വക ശൗചാലയത്തിന് സമീപം തീർത്ഥാടന കേന്ദ്രത്തിന് അനുമതി നൽകിയത് ശബരിമല തീർത്ഥാടകരെ അവഹേളിക്കാനാണെന്ന് അയ്യപ്പ സേവാ സമാജം രക്ഷാധികാരി G. രജീഷ് പറഞ്ഞു. ശബരിമല തീർത്ഥാടകരോട് പഴവങ്ങാടി പഞ്ചായത്ത് കാട്ടിയ അനാദരവ് അത് വളരെ പ്രതിഷേധാർഹമാണ്. ശബരിമലയിലെത്തുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് അയ്യപ്പന്മാർക്ക് ദിവസേന ഭക്ഷണം കൊടുക്കുക, അന്നദാന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മുടങ്ങാതെ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരുന്ന പഴവങ്ങാടി പഞ്ചായത്തിൻ്റെ സ്ഥലം അത് അവിടെ നിന്നും മാറ്റിയിട്ട് പഴവങ്ങാടി പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ശൗചാലയത്തിന് സമീപത്തേക്ക് മാറ്റണം എന്നുള്ള പഞ്ചായത്ത് കമ്മിറ്റിയുടെയും പ്രസിഡന്റിൻ്റെയും തീരുമാനം വളരെ അനുചിതമായ ഒരു തീരുമാനമാണ്. അത് ഈ ശബരിമല തീർത്ഥാടനത്തിനോടുള്ള ഒരു അവഹേളനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് പുനഃപരിശോധനയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും G. രജീഷ് മുന്നറിയിപ്പ് നൽകി. മുൻ വർഷങ്ങളിൽ നടത്തിയ പോലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള സ്ഥലം വിട്ടു നൽകിയതിനുള്ള സാഹചര്യം ഒരുക്കിയില്ല എങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ സമരപരിപാടികളുമായിട്ട് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് പോകും. ഏതാണ്ട് ഒരു 100-150 വർഷത്തെ പാരമ്പര്യം ഈ അയ്യപ്പന്മാരെ സ്വാഗതം ചെയ്തും അവർക്ക് അന്നദാനം നൽകിയും അവർക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങൾ നൽകിയും അവരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം ഈ റാന്നിയിലെ വിവിധ ഹൈന്ദവ സംഘടനകൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ അവഹേളിക്കുന്ന അവർക്കെതിരായിട്ടുള്ളൊരു പ്രവർത്തനം, തീർത്ഥാടനത്തിനെതിരായിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടായാൽ അതിനെ ശക്തമായ രീതിയിൽ നേരിടും. വളരെ ഭക്തി നിർഭരമായി നടക്കുന്ന തീർത്ഥാടക കേന്ദ്രം ശൗചാലയത്തിന് സമീപം മാറ്റണമെന്ന് തീരുമാനമെടുത്ത പഞ്ചായത്ത് നടപടി ലജ്ജാകരമാണെന്ന് അയ്യപ്പ സേവാ സമാജം താലൂക്ക് പ്രസിഡന്റ് രവി കുന്നക്കാട് പറഞ്ഞു. ഏതാണ്ട് 60 ദിവസവും 50 ദിവസവും നോയമ്പ് നോറ്റ് വരുന്ന അയ്യപ്പന്മാരുടെ അന്നദാനം കമ്പറ്റീഷൻ്റെ പുറകിലുള്ള ശൗചാലയത്തിൻ്റെ പുറകിൽ നിർമ്മിക്കണമെന്ന് പറയാൻ ആ പഴവങ്ങാടി പഞ്ചായത്ത് ഭരണസമിതിക്ക് ലജ്ജയില്ലെന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. അയ്യപ്പന്മാരുടെ അന്നദാനം മുട്ടിക്കൊണ്ട് ഒരു പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടെ ഭരിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. എന്തു തന്നെയായാലും എത്രയും പെട്ടെന്ന് ഈ അന്നദാന സമാജത്തിനുള്ള സ്ഥലം പഞ്ചായത്ത് ഭരണസമിതിയോ അത് ബന്ധപ്പെട്ട അവിടുത്തെ ജനപ്രതിനിധികളോ ഇടപെട്ട് ആ
സൗകര്യം ഒരുക്കി കൊടുക്കണം. ഇക്കാര്യത്തിൽ സ്ഥലം MLA ഇടപെടണമെന്നും ആവശ്യമുയർന്നു. ന്യൂസ് ബ്യൂറോ, റാന്നി. എഡ്യൂക്കേഷൻ ലോൺ ഹോൾഡേഴ്സ് യൂണിയന്റെ പ്രത്യേക യോഗം 5-ന് റാന്നിയിൽ നടക്കും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന യോഗത്തിൽ എല്ലാ ലോൺ ഹോൾഡേഴ്സും പങ്കെടുക്കണമെന്ന് കൺവീനർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്ക. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്ക. ഫോൺ 04735251024. മൊബൈൽ 9961553202 9495068656. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735226773 224347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9460579953. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9605296660. വാർത്തകൾ തുടരുന്നു. മഴക്കാലം മാറി നിന്നിട്ടും റാന്നിയിൽ മാത്രം റോഡ് അറ്റകുറ്റപ്പണികൾക്ക് നടപടിയായില്ല. പൊതുമരാമത്ത് അധികൃതരും ജനപ്രതിനിധികളും അനാസ്ഥ കാട്ടുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. തുലാവർഷമേഘങ്ങൾ മാറി നിന്നിട്ടും റാന്നിയിലെ റോഡുകൾക്ക് ഇനിയും ശാപമോക്ഷമാകുന്നില്ല. റാന്നി ബ്ലോക്ക് പടി മുതൽ പ്ലാച്ചേരി വരെയുള്ള ഭാഗം കുണ്ടും കുഴിയുമായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ ഭാഗമായി ഇവിടം തകർന്നിട്ട് 6 മാസത്തിലധികമായതാണ്. ഇത്രയും നാളും മഴയെ പഴി പറഞ്ഞിരുന്ന പൊതുമരാമത്ത് അധികൃതർ മഴ മാറിയിട്ടും റോഡ് അറ്റകുറ്റപ്പണികൾക്ക് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. താലൂക്കിന്റെ തന്നെ സ്ഥിരാകേന്ദ്രമായ ഇട്ടിയപ്പാറ ടൗണിലെ റോഡ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. മിനർവ പടി മുതൽ AC ഹൈസ്കൂൾ വരെയുള്ള ഭാഗം ഒരടിയിലധികം താഴ്ചയുള്ള കുഴികളാണുള്ളത്. പ്ലാച്ചേരി മുതൽ ചെത്തോങ്കര വരെയുള്ള ഭാഗത്തെ കുഴികളടയ്ക്കാൻ 30 ലക്ഷത്തോളം രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ച് വെറും പഞ്ചറൊട്ടിക്കൽ മാത്രമാണ് നടത്തിയതെന്ന് റാന്നി ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ താലൂക്ക് സെക്രട്ടറി രവി കുന്നക്കാട് ആരോപിച്ചു. സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമേ നിൽക്കുന്നുള്ളൂ. പുനലൂർ മൂവാറ്റുപുഴ റോഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്ലാച്ചേരി മുതൽ റാന്നി റോഡ് സബ് ഡിവിഷനായ മണ്ണാരക്കുളഞ്ഞുള്ള ഭാഗങ്ങളിൽ ഏതൊരു അയ്യപ്പൻ നടന്നു പോകാൻ പോലും വയ്യാത്ത സ്ഥിതിയാണ്. അയ്യപ്പന്മാരെ പൈസയും കൊണ്ട് ഈ സർക്കാർ ഈ ജില്ലയിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ അവസരത്തിൽ ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് കണ്ടില്ലെന്ന് നടിക്കുന്നത് വളരെ ദുഃഖകരമാണ്. അയ്യപ്പന്മാരോട് ചെയ്യുന്ന വളരെ ഒരു അവഗണനയുമായി ഈ സർക്കാർ കയറി അന്ന് മുതൽ ഈ അയ്യപ്പന്മാരോട് നിരന്തരമായിട്ട് അവഗണന മാത്രമാണ്.
ഈ കുണ്ടും കുഴിയും കുഴിഞ്ഞ ഈ റോഡ് എത്രയും പെട്ടെന്ന് സീസണ് മുമ്പ് നന്നാക്കാൻ ഇനി എങ്ങനെ സാധിക്കും? നാളെയാണ്, അത് ഈ നവംബർ 4-നാണ് അവലോകന യോഗം പോലും വിളിച്ചിരിക്കുന്നത്. 10 ദിവസം കൊണ്ട് ഈ റോഡ് ശരിയാകുമ്പോൾ അയ്യപ്പന്മാർ കടന്നു പോകുന്ന വഴികളിൽ മുള്ളുകൾ, കാടുകൾ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് കാടുകളെല്ലാം വളർന്ന് വളരെ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടാകണമെന്നും രവി കുന്നക്കാട് ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം റാന്നി സബ് ഡിവിഷന്റെയും റാന്നി സെക്ഷന്റെയും പരിധിയിലുള്ള റോഡാണിത്. ന്യൂസ് ബ്യൂറോ, റാന്നി. അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റാന്നിയിലെ ജവഹർ ബാലജനവേദി പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനും CPM സംസ്ഥാന സെക്രട്ടറിക്കും കത്തയച്ചു. ബാലജനവേദി കുട്ടികളാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചത്. അക്രമരാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജവഹർ ബാലജനവേദി പ്രവർത്തകർ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ എന്നിവർക്ക് കത്തയച്ചു. ബാലജനവേദി റാന്നി പഞ്ചായത്ത് തല ക്യാമ്പിലെത്തിയ കുട്ടികളാണ് ക്യാമ്പിന് ശേഷം അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചത്. UDF കൺവീനർ TK സാജു അക്രമ രാഷ്ട്രീയത്തിനെതിരായ പ്രതിഷേധ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ 10,000-ഓളം പിഞ്ച് ബാലികമാർ ഇന്ന് പ്രതിപക്ഷ നേതാവിന് തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് അയക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഏറ്റവും അവസാനമായി നമ്മുടെ സംസ്ഥാനത്ത് നടന്ന അക്രമ രാഷ്ട്രീയം നമ്മുടെയൊക്കെ ആദരണീയനും ബഹുമാനുമായ മുഖ്യമന്ത്രിയെ കണ്ണൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ അടിച്ചു തകർത്ത് അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. നേരത്തെ റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ബാലജനവേദി ഏകദിന ക്യാമ്പ് ബെന്നി പുത്തമറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വലിയ ഒരു ഉള്ളിലെ ആഗ്രഹം എതിരാളി എത്ര ബലമുള്ള ആളാണെങ്കിൽ പോലും കുസ്തി പിടിക്കുമ്പോൾ എനിക്ക് ജയിക്കണമെന്നാണ്, എനിക്ക് ഒന്നാമനാകണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ മാറിക്കൊടുത്ത അടിയിൽ വീണ് കിടക്കുന്നയാൾ ജയിക്കും എന്ന് കണ്ടാൽ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, ഒന്നാമനാകേണ്ടത് കൊണ്ട് നമ്മൾ മാറിക്കൊടുക്കാൻ തയ്യാറാകാം. അപ്പോൾ നമ്മൾക്കൂടെ കുസ്തി പിടിക്കാനുള്ളത് വലിയ ശക്തികളോടെ, എത്ര തന്നെ ശക്തി ഉണ്ടെങ്കിലും ആക്രമണത്തിന് എന്തിനേയും ഏതിനെയും സമൂഹം ആദരിക്കുന്നതിനെയും ആദരിക്കുന്ന വ്യക്തികളെയും ഇല്ലായ്മ ചെയ്യാൻ വലിയ ഹംസന്റെ വേഷം പോലെ, വലിയ ഭദ്ര കാളിയുടെ രൂപം പോലെ, അല്ലെ ഹിംസ രൂപം പോലെ കൊല്ലുക മാത്രം അജണ്ട എന്ന് ലക്ഷ്യമാക്കി ചില സംഹാര ശക്തികൾ താണ്ഡവമാടുന്നു. വലിയ വിഷം ചീറ്റുന്ന സർപ്പങ്ങളാണ്. CB മന്ദിരം അധ്യക്ഷത വഹിച്ചു. ബാലജനവേദി ജില്ലാ ചെയർമാൻ ജോജി പോൾ, സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് PR ജോയി, ജില്ലാ കോർഡിനേറ്റർ ലാലി ജോൺ, അഡ്വക്കേറ്റ് MK മനോജ്, ജോസ് പനച്ചിക്കൽ, മറിയാമ്മ ജോർജ്, നസീമ, ബാലജനവേദി പ്രവർത്തകരായ മീനു കൃഷ്ണ, സുഭ, രാഘൂർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. ലോയേഴ്സ് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്, YMCയുടെ നാഷണൽ കമ്മിറ്റി അംഗമാണ്, വളരെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആണ് പ്രിയങ്കരനായ BD സാർ. അദ്ദേഹത്തെ ഈ ഒരു കൊച്ചു സദസ്സിലാണെങ്കിൽ പോലും അദ്ദേഹം വന്ന് പങ്കെടുത്തു എന്ന് പറയുന്നത് തന്നെ
ജവഹർ ഭാരതവേദി എന്നുള്ള പ്രസ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തോട് ഭാരതവേദിയുടെ സംസ്ഥാന കമ്മിറ്റിക്കുള്ള നന്ദി അദ്ദേഹത്തിന്റെ അഭാവത്തിലും ഇവിടെ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മനോജ് ആദ്യകാലം മുതൽ ഈ സംഘടനയോടൊപ്പം ചേർന്ന് ഈ റാന്നി നിയോജകമണ്ഡലത്തിന്റെ ഉത്തരവാദിത്വവും ജില്ലയുടെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് എല്ലാ ക്യാമ്പുകളിലും ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മനോജ്. ന്യൂസ് ബ്യൂറോ റാന്നി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ച LDF പ്രക്ഷോഭ ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ റാന്നിയിൽ വിപുലമായ ക്രമീകരണങ്ങളായി. CPI നേതാവ് C ദിവാകരൻ ക്യാപ്റ്റനായ ജാഥ നവംബർ 5 റാന്നിയിലെത്തും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട LDFന്റെ പ്രക്ഷോഭ ജാഥയെ സ്വീകരിക്കുവാൻ റാന്നിയിൽ വിപുലമായ ക്രമീകരണങ്ങൾക്ക് തുടക്കമായി. CPI നേതാവ് C ദിവാകരൻ ജാഥ ക്യാപ്റ്റനായ തെക്കൻ മേഖല ജാഥയ്ക്കാണ് റാന്നിയിൽ വരവേൽപ്പ് നൽകുക. നവംബർ 5 തെക്കൻ മേഖല പ്രക്ഷോഭ ജാഥ റാന്നിയിലെത്തുക. CPM നേതാവ് ആനത്തലവട്ടം ആനന്ദൻ, RSP നേതാവ് NK പ്രേമചന്ദ്രൻ, ജനതാദൾ നേതാവ് ജമീല പ്രകാശം MLA, NCP നേതാവ് ഉഴവൂർ വിജയൻ, കേരള കോൺഗ്രസ് നേതാവ് PC തോമസ്, കോൺഗ്രസ് എസ് നേതാവ് അനിൽ കാഞ്ഞിലി എന്നിവരാണ് മറ്റ് ജാഥാംഗങ്ങൾ. LDF പ്രക്ഷോഭ ജാഥയെ സ്വീകരിക്കുവാൻ പ്രാദേശിക തലം മുതൽ വിപുലമായ ക്രമീകരണങ്ങളായതായി CPM റാന്നി ഏരിയ സെക്രട്ടറി MS രാജേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ 2 ജാഥകൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ ക്യാപ്റ്റനായിട്ടുള്ള വടക്കൻ മേഖലാ ജാഥയും സഖാവ് C ദിവാകരൻ ക്യാപ്റ്റനായിട്ടുള്ള തെക്കൻ മേഖലാ ജാഥയും, അങ്ങനെ 2 ജാഥകൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഖാവ് C ദിവാകരൻ ക്യാപ്റ്റനായിട്ടുള്ള തെക്കൻ മേഖലാ ജാഥ ചൊവ്വാഴ്ച 5-ാം തീയതി രാവിലെ ഇട്ടിയപ്പാറയിൽ എത്തിച്ചേരും. ഈ ജാഥയ്ക്ക് ഏറ്റവും മെച്ചമായ തോതിലുള്ള വരവേൽപ്പ് നൽകുന്നതിന് വേണ്ടി ഈ നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംഘാടന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. MB വിദ്യാധരൻ കൺവീനറായി വിപുലമായ സംഘാടക സമിതിയാണ് തെക്കൻ മേഖല പ്രക്ഷോഭ ജാഥയ്ക്ക് വരവേൽപ്പ് നൽകുവാൻ ക്രമീകരണങ്ങൾ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ റാന്നി. റാന്നി താലൂക്ക് വികസന സമിതിയുടെ നവംബർ മാസത്തെ യോഗം തിങ്കളാഴ്ച നടക്കും. രാവിലെ 10:30 റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന യോഗത്തിൽ രാജു എബ്രഹാം MLA അധ്യക്ഷത വഹിക്കും. പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഉൽപാദന സേവന മേഖലകളിലെ പുതു സംരംഭകർക്ക് അപേക്ഷ സമർപ്പിക്കാമെന്ന് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ അറിയിച്ചു. അപേക്ഷകൾ നവംബർ 16 മുമ്പ് ലഭിച്ചിരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. നിര്യാതയായി. റാന്നി പഴവങ്ങാടി കുറ്റിയിൽ സൗണ്ട്സ് ഉടമ തമ്പി എന്ന കുര്യൻ ജേക്കബിന്റെ ഭാര്യ LC കുര്യൻ നിര്യാതയായി. 52 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ഇട്ടിയപ്പാറ YMCA ഹാളിൽ കൊണ്ടുവരുന്നതും ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12-ന് അഞ്ചാനി ന്യൂ ഇന്ത്യ ദേവസഭാ സെമിത്തേരിയിൽ സംസ്കരിക്കുന്നതുമാണ്. പരേത നീലമ്പേരൂർ ആര്യാട്ട് കുടുംബാംഗമാണ്. മകൾ കൃപ കുര്യൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല പാതയിൽ അപകടക്കണിയൊരുക്കി പൊതുമരാമത്ത് വകുപ്പ്. പ്രതിഷേധം ശക്തമാകുന്നു. KSRTC ശബരിമല സ്പെഷ്യൽ സർവീസ് നവംബർ 13-ന് ആരംഭിക്കും. ആദ്യഘട്ടമായി 236 ബസ്സുകൾ സർവീസ് നടത്തും. മഴക്കാലം മാറി നിന്നിട്ടും റാന്നിയിലെ റോഡുകൾക്ക് ശാപമോക്ഷമായില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.